പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരും എൻ്റെ നേരെ കുതിച്ച് ചാടി കുത്തുമായിട്ട് വരരുതേ. അതായത് ഞാൻ മഹരിയാം ബാബിലോണിനെ തിരിച്ചറിയുക എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. വെളിപാട് 17 2 മുഴുവൻ അധ്യായങ്ങളും മഹരിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവിനെ കുറിച്ചത്രേ. വെളിപാട് 15 അവൾ ആരാണ്? ഈ വേശ്യാശ്രീ മൃഗത്തിന്മേൽ കയറി ഓടുന്നു. നാം കാണുന്ന പുനരുദ്ധരിക്കപ്പെടുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ തലവനായ യേശു ക്രിസ്തുവിനെയാണ് അവളെ തിരിച്ചറിയുന്നത്. അവളുടെ 10 സ്വഭാവവിശേഷങ്ങളാൽ അത്രേ. അവൾ 7 മലകളിന്മേൽ ഇരിക്കുന്നു. വെളിപാട് 19 റോം 7 മലകളുടെ നഗരമാണ്. അവൾ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരവും തന്നെ. വെളിപാട് 17-18 AD 96 റോം ലോകരാഷ്ട്രങ്ങളെ അടയ്ക്കുവാണെന്നും. 3 വേശ്യ രാഷ്ട്രീയപരമാണ്. ഭൂമിയിലെ രാജാക്കന്മാർ വേശ്യാപരിശുദ്ധി ചെയ്ത്. വെളിപാടിൽ 17 രാഷ്ട്രീയപരമായി വത്തിക്കാൻ ഒരു സ്വന്തം ഭരണകൂടമത്രേ. വേശ്യ അന്തരാഷ്ട്രപരമായി വെള്ളത്തിന്മീതെ ഇരിക്കുന്നു. വെളിപാട് 17-1 അത് ജനതകളെയും പുരുഷാരങ്ങളെയും രാഷ്ട്രങ്ങളെയും ഭാഷക്കാരെയും ആണ് സൂചിപ്പിക്കുന്നത്. വെളിപാട് 17-5 വത്തിക്കാൻ അന്തരാഷ്ട്രപരമാണ്. വേശ്യ ഒരു മൃഗത്തിന്മേൽ കയറി ഓടുന്നു. വെളിപാട് 17-3 1958 റോമ ഉടമ്പടിയിലും തുടർന്നു വന്ന ഉടമ്പടികളിലും കൂടി വത്തിക്കാൻ പുനരുദ്ധരിക്കപ്പെട്ട റോമ സാമ്രാജ്യത്തിനു പുനരുദ്ധരിവൻ നൽകിയിട്ടുണ്ട്. വേശ്യ ധരിച്ചിരിക്കുന്ന ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രമാണ്. വെളിപാടിൽ 17-4 വത്തിക്കാൻ്റെ കർദിനാൾമാരും മെത്രാന്മാരും കടുംചുവപ്പും ധൂമ്ര വസ്ത്രമുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. രാഷ്ട്രീയ ബന്ധങ്ങളാൽ വേശ്യ ആചരിക്കവിഞ്ഞ ധനികയാണ്. വെളിപാടിൽ 17-4 പൊന്നുകൊണ്ടും കലാശില്പങ്ങൾ കൊണ്ടും ഭൂസ്വത്തുക്കളാലും പണവ്യാപാരത്താലും മറ്റും വത്തിക്കാൻ്റെ സമ്പത്ത് കണക്കില്ലാത്തതാണ്. 8 വേശ്യയുടെ കയ്യിൽ പരസ്യം നിറഞ്ഞ ഒരു സ്വർണ്ണപാനപാത്രമുണ്ട്. വെളിപാടിൽ 17-4 വത്തിക്കാൻ്റെ കേന്ദ്ര ഉപദേശ കുർബാന മാസ് എന്നൊരു ക്രമമാണ്. അതിലൊരു സ്വർണ്ണ പാനപാത്രമോ സ്വർണം പൂശിയ വെള്ളിപ്പാത്രമോ ഉപയോഗിക്കുന്നു. വിഗ്രഹാരാധന ആത്മീയമായി പരസ്യമത്രേ. അധ്യായം 16 കുർബാന വിഗ്രഹാരാധന കലർന്ന ഒരു ബലി തർപ്പണമാണ്. കത്തോലിക്ക ദേവാലയങ്ങൾ നിറയെ ധൂപങ്ങളാണ്. 9 വേശ്യ യേശുവിൻ്റെ രക്തസാക്ഷികളുടെ രക്തം കുടിച്ചു. വെളിപാടിൽ 17-6 മത്തയായിരിക്കുന്നു. വർദ്ധിക്കാൻ അനവധി ആയിരങ്ങളുമായുള്ള വേദപുസ്തക വിശ്വാസികളായ ക്രിസ്ത്യാനികളെ കൊല ചെയ്യുകയും ചുട്ടുകരിക്കുകയും വധിക്കുകയും ചെയ്തിട്ടുണ്ട്. ലൗകിക ഭരണാധികാരം കൊണ്ടും മതദ്രോഹ വിചാരണ കൊണ്ടും കുരിശുയുദ്ധങ്ങൾ കൊണ്ടുമാണ് ഇവ നടപ്പാക്കിയത്. 10 വേശ്യ കടൽ തീരത്തിനു സമീപേ കൂടിയിരിക്കുന്നു. കപ്പൽ ഓടിക്കുന്ന കപ്പിത്തന്മാരുടെ കാഴ്ചയ്ക്ക് വിധേയമായി റോം നീണ്ടു നിവർന്ന് നിലകൊള്ളുന്നു. വെളിപാടിൽ 17-18 വിഗ്രഹാരാധന ബാബിലോണിലെ ബാബൽ ഗോപുരത്തോടു കൂടി ആരംഭിച്ച് മറ്റു രാജ്യങ്ങൾക്ക് പടർന്നു കയറി. ഗ്രീസിലും ഈജിപ്തിലും ബാബിലോണിയ ദേവന്മാരെ വിവിധ നാമങ്ങളിൽ ആരാധിച്ചിരുന്നു. അമ്മയും കുഞ്ഞും കന്യകമറിയും ഉണ്ണിയേശുവും ആരാധിക്കപ്പെടുവാൻ വത്തിക്കാൻ പ്രോത്സാഹനം നൽകി. യഥാർത്ഥത്തിൽ അത് ആകാശരാജ്ഞി എന്ന് വിളിക്കപ്പെട്ട നിമ്രോദിൻ്റെ ഭാര്യ
സെമിരാമീസിൻ്റെ ആരാധനയായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അവളെ ചിത്രീകരിക്കുന്നത് കുഞ്ഞിനോടുകൂടിയ അമ്മ എന്ന നിലയിലാണ്. ആകാശരാജ്ഞിയെ ആരാധിച്ചതിന് യിരെമ്യാ പ്രവാചകൻ ജൂതന്മാരെ ശാസിച്ചിട്ടുണ്ട്. യിരെമ്യാവ് 7:18, 44, 17, 25. എന്നിട്ട് കത്തോലിക്കൽ ആകാശരാജ്ഞിയായ മറിയയുടെ ആരാധന തുടർന്നു. എന്തുകൊണ്ടാണ് മറിയാം ബാബിലോണിനെ വേശ്യകളുടെ മാതാവെന്ന് വിളിക്കുന്നത്? മരിച്ചുപോയ ഒരു പുരുഷനെ കന്യാസ്ത്രീയെയോ ദിവ്യത്വം പ്രഖ്യാപിച്ച് ആരാധിച്ച് കൂടുതൽ ദൈവങ്ങളെ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുമാത്രം പുണ്യവാളന്മാർ ഉണ്ടെന്നുള്ളത് കണക്ക് കൂട്ടാനാവാത്ത കാര്യമാണെങ്കിലും ചിലർ കണക്കാക്കിയിരിക്കുന്ന വിശുദ്ധന്മാരുടെ എണ്ണം 10,000-ൽ കവിയുമെന്നാണ്. 2013 മെയ് 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ രാജി സമർപ്പിച്ചപ്പോൾ കത്തോലിക്കർക്ക് പ്രാർത്ഥിക്കുന്നതിനായി 802 വിശുദ്ധന്മാരെ കൂടി വിശുദ്ധ സഭ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തി. സഭ അവരെ ദൈവങ്ങളെന്ന് വിളിക്കുന്നില്ലെങ്കിലും അവർ ബാബിലോണിയ, യവന, റോമ ദേവന്മാരിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല. കത്തോലിക്കർ വിഗ്രഹങ്ങളെ വണങ്ങുകയും ഉദ്ദിഷ്ട കാര്യത്തിലുണ്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. വത്തിക്കാനും 10 രാജാക്കന്മാരുമായി ദൈവം ഭിന്നത ഉണ്ടാക്കി അവരുടെ അധികാരം നിലനിർത്തുകയുമാണ്. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നമാക്കി അവളുടെ മാംസം തിന്നുകളയും. അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. വെളിപാട് 16. വലിയ ഭൂകമ്പമുണ്ടായി, ഭൂമൻ മനുഷ്യൻ ഉണ്ടായത് മുഴുവൻ അതുപോലെ അത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം മുന്നാംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണം വീണുപോയി. ദൈവത്തിൻ്റെ ക്രോധമധ്യമുള്ള പാനപാത്ത് ബാബിലോണിനു കൊടുക്കേണ്ടതിന് അവിടെ ദൈവസന്നിധിയിൽ ഓർത്തു. വെളിപാട് 14, 18, 19. സത്യസഭയെ ക്രിസ്തുവിൻ്റെ വിശുദ്ധുള്ളതും കന്യമായും വിശ്വാസത്യാഗിയായ സഭയെ വീശുവായി ചെയ്തിരിക്കുന്നു.